പല വണ്ടി ഓടിച്ചിട്ടുണ്ട് പഴയ കാലങ്ങളിലൊക്കെ. DCM, ടൊയോട്ട, സ്വരാജ് മസ്ത, അതുപോലെ മെസ്റ്റിബുഷി, പിന്നെ 1210 SC, പിന്നെ ലൈലാൻഡ് ലോറി. ഡൽഹിയിലായിരുന്നപ്പം ഭാരത് ബെൻസ്, അങ്ങനെ പല ട്രക്കുകൾ. പിന്നെ സൗദി വന്ന് ഒരു 2010 മോഡൽ ജർമ്മൻ കാർബാഗിയർ. പിന്നെ ജഫാലി 2012 മോഡല്. പിന്നെ പഴയ മോഡല് നമ്മുടെ LB ജർമ്മൻ 98 മോഡലായിരുന്നു. പിന്നെ പുതിയ ജഫാലി ട്രയൽ എടുത്തിട്ടുണ്ട്. അതുപോലെ പല ട്രക്കുകൾ. പക്ഷെ ഹീനോ ട്രക്കിന്റെ പെർഫോമൻസ് ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പല കമന്റുകൾ പറയാറുണ്ട്, ഹീനോ ട്രക്കിന് പവറില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട്. എനിവേ ഒത്തിരി കുറവുകൾ ഈ ട്രക്കിനുണ്ടെങ്കിലും കയറ്റം കയറുന്നതിൻ്റെ ഇവൻ്റെ പുള്ളിങ് അത് ഒരു പറയേണ്ടത് തന്നെയാണ്. ലോഡും വെച്ചുകൊണ്ട് ഏത് കയറ്റവും ഇവന് ഈസി ആയിട്ട് അങ്ങ് കയറിപ്പോകും. 7-ലും കയറും, ചിലപ്പോൾ 8-ലും കയറും നിന്നില്ലെങ്കിൽ. പിന്നെ ട്രാഫിക് ജാം വന്നു കയറ്റത്ത്, പിന്നെ ചിലപ്പോൾ ഇച്ചിരി ഡൗൺ കൂടുതൽ ചെയ്യേണ്ട വന്നാൽ ഇവനൊന്ന് പമ്മും. പക്ഷെ ഏത് ഗിയറിലും പിടിച്ചോളും. ഇപ്പം ഈ തായ്ഫിൻ്റെ കയറ്റമൊക്കെ ഉണ്ടല്ലോ, 7-ാമത്തെ 8-ാമത്തെ ഗിയറിലൊക്കെയാണ് ഇവൻ കയറി വരുന്നത്. കൂട്ടുകാരെ, ഇപ്പം എൻ്റെ ഇരിക്കുന്ന ട്രക്ക് ഹീനോ 700 ആണ്. അത്യാവശ്യം പവറും ഉണ്ട്. 2045. ഇത് ജപ്പാനാണ്. ഞാൻ 2045 ബെൻസ് ആക്ട്രസ് ഒക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവൻ പൊളിയാണ്. മറ്റേതൊക്കെ ഒന്ന് പമ്മും കയറ്റത്ത് ഓവർ ഹീറ്റ് ആവും. എന്നാൽ ഇവൻ ഓവർ ഹീറ്റ് ആവത്തില്ല. ഒരു 70, 65, 70 കൂടിപ്പോ അത്രയൊക്കെ ഇവന് ഹീറ്റ് ആവത്തുള്ളൂ. പിന്നെന്തുവാ, ഇച്ചിരി ലോഡ് വേണം. ഒരു 10-12 ടൺ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വണ്ടി ഇച്ചിരി തെറുപ്പ് കൂടുതലാണ്. ആ ഒരു മൈനസ് പോയിന്റ് വലിയതാ ഈ ട്രക്കിന്. ഭയങ്കര തെറുപ്പാണ്. കാര്യം ഹെവി ലോഡിന് വേണ്ടി ഈ ഗല്ലാബും ടിപ്പറിനും ഒക്കെ വേണ്ടിയുള്ള രീതിയിലാണ് അവർ ഈ വണ്ടിയെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തം കമാനിയാണ്. ഫ്രണ്ടിലും അതുപോലെ ബാക്കിലെ ടയറിലും ഒക്കെ 2 സെറ്റ് പ്ലേറ്റാണ്. ഏത് ലോഡ് കയറ്റി വെച്ചാലും ഒരു കുഴപ്പമില്ല. സെക്കൻഡ് ഗിയറിട്ട് എവിടെ കുഴിയായാലും ഏത് കയറ്റത്ത് നിർത്തിയാലും സെക്കൻഡ് ഗിയറിൽ അവനങ്ങ് കയറിപ്പോകും. നിർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റോ സെക്കൻഡോ ഇട്ട് എടുത്താൽ വണ്ടി തന്നെ ചോദിക്കുക എന്തിനാ ഫസ്റ്റ് ഇട്ടതെന്ന്, അല്ലെ സെക്കൻഡ് ഇട്ടതെന്ന്. കാര്യം അവന് പാടാ അങ്ങോട്ട് പെർഫോമൻസ് ചെയ്യാൻ തന്നെ. വണ്ടി ആനങ്ങത്തില്ല, ഇങ്ങനെ അങ്ങ് നിൽക്കും. പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞായിരുന്നു, ഞാൻ പല വീഡിയോസ് ഹീനോ ട്രക്കിൻ്റെ ഇട്ടതുകൊണ്ട് അവർ പറഞ്ഞായിരുന്നു അത് മോശമാണ്. ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. ക്യാബിൻ ഇവൻ്റെ ചെറുതാണ്, അത് ഒത്തിരി മൈനസ് പ്രോബിളിലേക്ക് വരും. ചെറിയ ക്യാബിനാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ലോങ് ഹോൾഡിന് ഈ ട്രക്ക് ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരാഴ്ച തന്നെ യാത്ര 10,000-3000 കിലോമീറ്റർ ഓടിക്കുന്നു. അതിന് ഇവൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ക്യാബിൻ ചെറുതാണ്, കിടക്കുന്ന ബെഡും ഒക്കെ ചെറുതാണ്, മൊത്തത്തിൽ സ്ഥലങ്ങളൊക്കെ കുറവാണ് നമുക്ക്. അത് നമ്മുടെ മറ്റേ ട്രക്കൊക്കെ പൊളിയാണ്. ജഫാലി ഇപ്പം ഇറങ്ങിയ ജഫാലി, പഴയ ജഫാലി, പിന്നെ ജർമ്മൻ ആക്ട്രസ്, ബെൻസ് ആക്ട്രസ്, അത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം, പൊളി തന്നെയാണ്. പിന്നെ വോൾവോ മാൻ, ഇതിനൊക്കെ നല്ല ക്യാബിനും സെറ്റപ്പും അതുപോലെ സസ്പെൻഷൻ ഈ ജർമ്മൻ ബെൻസിൻ്റെയും അതുപോലെ വോൾവോ മാൻ ഇതിൻ്റെയൊക്കെ സൂപ്പറാണ്. അറിയത്തില്ല നമ്മൾ എത്ര ലോങ് ഓടിച്ചാലും. ജർമ്മൻ ട്രക്കൊക്കെ ആണെങ്കിൽ, ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ അറിയത്തേ ഇല്ല. അതുപോലെ വോൾവോയെക്കുറിച്ച് പിന്നെ പറയണ്ട, എല്ലാവർക്കും അറിയാമല്ലോ. ലോങ് ഹോൾഡിന് വോൾവോ പോലെ മറ്റൊരു ട്രക്ക് ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഈ ഹീനോ ട്രക്കിനകത്ത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കുറവാണ്. അതൊന്ന് സൂക്ഷിച്ചോണം. നല്ല സ്പീഡിലൊക്കെ ബ്രേക്ക് ഇവന് കുറവാണ്.
അത് അനുസരിച്ച് വേണം നമ്മൾ ബ്രേക്ക് പിടിക്കാനും വണ്ടിയുടെ സ്പീഡൊക്കെ എടുക്കാനും. മറ്റുള്ള ട്രക്കുകൾ ഇപ്പം ബെൻസ്, മാൻ, വോൾവോ അതിൻ്റെയൊക്കെ ബ്രേക്കിംഗ് സിസ്റ്റം ഭയങ്കരമാണ്, പവർഫുള്ളാണ്. ഹീനോ ട്രക്കിന് ബ്രേക്ക് ഇച്ചിരി കുറവാണ്. പിന്നെന്തോ കൂട്ടുകാരെ, അത്യാവശ്യം ലോഡുണ്ട് വണ്ടിക്കകത്ത്, ഒരു 10-12 ടണ്ണ്. ഹൈവേ ആണ്. ഇവനെ പോലെ പിന്നെ ഇവനെ പിടിക്കാൻ മറ്റൊരു വണ്ടിക്ക് ഒക്കത്തില്ല. അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് വോൾവോ ആയാലും അത് ആക്ട്രസ് ആയാലും ലോങ്ങിൽ ഇവനെ കിട്ടിയാൽ ലെവൽ റോഡിൽ പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടത്തില്ല. അത് അത്രയ്ക്ക് പെർഫോമൻസ് ആണ്, അത്രയ്ക്ക് സ്പീഡും വലുവും അതൊക്കെ സൂപ്പറാണ്. പിന്നെ സ്പീഡിന് ഈ ട്രക്ക് സ്പീഡ് ടോട്ടൽ സ്പീഡ് 140 കൊടുത്തിട്ടുണ്ട്. ഒരു 100-110 അറിയത്തേ ഇല്ല, അതിന് മേപ്പോട്ട് പോകത്തില്ല. പിന്നെ AC മറ്റ് ട്രക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വോൾവോ പോലെയും ജർമ്മൻ ആക്ട്രസിനെ പോലൊന്നും ഒക്കത്തില്ല. എങ്കിലും AC മോശമല്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, പുതിയ ട്രക്കാണല്ലോ. ഇനിയിപ്പോൾ ചൂടിൻ്റെ കാലാവസ്ഥയുണ്ട് സൗദിയിൽ. അന്നേരം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം എനിക്ക് തോന്നുന്നു ക്യാബിൻ ചെറുതായതുകൊണ്ട് ചൂടത്ത് ACക്ക് വലിയ പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ക്യാബിൻ ചെറിയ ക്യാബിനാണല്ലോ ഇതിൻ്റെ. ഇപ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് തണുക്കുന്നുണ്ട് ക്യാബിൻ. അതുപോലെ മച്ചാമാരെ, നിങ്ങൾ കാണുമ്പം നിങ്ങൾ ഓടിക്കുന്ന ട്രക്ക് അതിനെക്കുറിച്ച് മോശമായിട്ട് അഭിപ്രായം അല്ല പറഞ്ഞ്, ഈ വണ്ടിയുടെ പ്ലസ് പോയിന്റും മൈനസ് പോയിന്റുമാണ് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ കമൻ്റൊക്കെ രേഖപ്പെടുത്തുക. കാര്യം ട്രക്കിങ്ങിൽ നമുക്കറിയാം, രാജാക്കന്മാർ വോൾവോയും അതുപോലെ ബെൻസ് ആക്ട്രസും ജർമ്മൻ പിന്നെ മാനും സ്കാനിയൊക്കെ പവർഫുൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു തുലനം ഞാൻ ചെയ്തെന്നേ ഉള്ളൂ ഇപ്പോൾ ഇത് ഓടിക്കുന്നത് കൊണ്ട്. പിന്നെ ലോഡ് വലിക്കുന്നതിലും കയറ്റം കയറുന്നതിലും അതുപോലെ കുഴിയും കുണ്ടും ഇവന് യാതൊരു കുഴപ്പമില്ല. നമുക്കിപ്പോൾ ജർമ്മനിപ്പോൾ ട്രക്കുകൾ കുഴിയിലോട്ട് ഇറക്കാൻ ഒക്കത്തില്ല, ഫ്രണ്ടിലെ ബമ്പറൊക്കെ മുട്ടും. ഗ്രൗണ്ട് ക്ലിയറൻസ് അതിന് കുറവാണല്ലോ. ഇപ്പോൾ വോൾവോ ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. വലിയ അത്യാവശ്യം കുഴിയോ കുണ്ടുമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല, അടിയൊക്കെ തട്ടി ബമ്പറൊക്കെ ഇളകി പോകും. എന്നാൽ ഇവന് യാതൊരു കുഴപ്പമില്ല, ഇവന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ആ രീതിയിലാണ് അവർ പണിഞ്ഞിരിക്കുന്നത് ലോക്കൽ ഡ്രൈവിങ്ങിന് വേണ്ടി. കാര്യം ഈ കൂടുതലും കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടി ഈ ഹീനോ ട്രക്കുകളാണ്. ടിപ്പറും അതുപോലെ കല്ലാവിനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ വണ്ടിയാണ്. പിന്നെ ലോങ് ഹോൾഡറിന് കൊള്ളത്തില്ല. കാര്യം നമ്മൾ ഡ്രൈവർക്ക് ക്ഷീണം ഉണ്ടാവും ഒത്തിരി ഇത് ഓടിക്കുമ്പോൾ, തെറുപ്പൊക്കെ കൂടുതലായതുകൊണ്ട്. പിന്നെ ഏത് കുഴിയും ഏത് കുണ്ടും കയറിക്കോളും ആടി തട്ടാതെ. പിന്നെ എന്തുവാ, അത്യാവശ്യത്തിന് ആവറേജും ഉണ്ട് ഡീസലിൽ, കുഴപ്പമില്ല. പിന്നെ വലിയ എഞ്ചിനായാലും സൗണ്ട് നോയ്സ് കുറവാണ് വണ്ടിക്ക്. പിന്നെ ഞാൻ ഇതിൻ്റെ പവർ പറഞ്ഞായിരുന്നു 2045 450 HP ഉണ്ട്. അതുകൊണ്ട് നിർത്തി നമ്മൾ 4ാമത്തെ ഗിയറിൽ എടുത്താലും ഒരു കുഴപ്പമില്ല, എഞ്ചിൻ അറിയത്ത് പോലും ഇല്ല. 4ാമത്തെ എടുത്താലും ഒരു കുഴപ്പമില്ല, ഒരനക്കവും ഇല്ലാതെ വണ്ടി മുന്നോട്ട് പോകും. കൂട്ടുകാരെ, ഒരു ട്രക്കും ലോഡും പുറത്ത് നിർത്തി 4ാമത്തെ ഗിയറിൽ എടുക്കരുത്. ഞാൻ ഈ ട്രക്ക് പവർ ഉണ്ടായതുകൊണ്ട് 4ാമത്തെ ഗിയറിൽ എടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാനും എടുക്കുന്നത് സെക്കൻഡ് ഗിയറിലേ ഉള്ളൂ. അപ്പോൾ ലോഡും പുറത്ത് എല്ലാവരും ട്രക്ക് എടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഗിയറിൽ തന്നെ ആയിരിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ട്രക്ക് ഇപ്പോൾ കിട്ടിയിട്ട് 1.5 മാസമായി. 25,000 കിലോമീറ്റർ ഓടിച്ചു. 25,000 കിലോമീറ്റർ ആയി. ഫസ്റ്റ് സർവീസ് ചെയ്തു, ഓയിൽ ചേഞ്ച് ചെയ്തു, പിന്നെന്തുവാ ഡീസൽ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ മാറി, പിന്നെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടു, ഒന്ന് അലൈൻമെൻറ്റും വീൽ അലൈൻമെൻറ്റും ചെയ്തു. മറ്റു പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഇതുവരെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഹീനോ ട്രക്ക് 25,000 കിലോമീറ്ററോളം ഓടി. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഓടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അത് എന്തായാലും അഭിപ്രായങ്ങൾ പറയാം. ഒരുമിച്ച് കാര്യങ്ങളെ പഠിക്കാം. താങ്ക് യു.